ഗോപാലകൃഷ്ണൻ, where is my son ഗോപാലകൃഷ്ണൻ? ഇവിടെ തന്നെയല്ലേ ഗോപാലകൃഷ്ണൻ താമസിക്കുന്നത്? അതെ. ആരാ? ആ പെട്ടി അവിടെ കൊണ്ടേക്ക്. പീച്ചേ മുട്ട്. Stay still. I am Captain KG Nair. Where is my son ഗോപാലകൃഷ്ണൻ? ഗോപാലകൃഷ്ണന് ഇങ്ങനൊരു അച്ഛനുള്ളതായി അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പറയില്ല, അവൻ പറയില്ല. കാരണം അവന്റെ അച്ഛൻ ഒരു മിലിറ്ററി ക്യാപ്റ്റൻ ആണെന്ന് അറിഞ്ഞ കേൾക്കുന്നവർ അവനോട് ചോദിക്കും, എന്തിനാടാ ഗോപാലകൃഷ്ണൻ നീ ഒരു പാചകക്കാരനായി ഇങ്ങനെ തെണ്ടി നടക്കണേന്ന്. എത്ര പ്രാവശ്യം ഞാൻ അവനെ മിലിറ്ററിക്ക് ക്ഷണിച്ചത്, അവൻ വന്നില്ല. ആ ഒറ്റ കാരണം കൊണ്ട് അവൻ എന്നെ ഉപേക്ഷിച്ചു പോയത്. പക്ഷെ എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? വേർ ഈസ് മൈ സൺ ഗോപാലകൃഷ്ണൻ? ഇവിടെ ഒരാൾക്ക് മീശ വെച്ചുണ്ടല്ലോ, നിങ്ങൾക്കാണോ? നിങ്ങൾ മിലിറ്ററിലാണോ? അല്ല. പിന്നെ മീശ വെച്ചത് വച്ചതല്ല, ഉള്ളതാ. അതെയോ? യെസ്, കം ഓൺ. ഗോപാലകൃഷ്ണൻ പുറത്തു പോയിരിക്കുകയാണല്ലോ. അത് സാരയില്ല, അവൻ വരുന്നവരെ സാർ നമ്മുടെ ഫ്ലാറ്റിൽ ഇരിക്കട്ടെ. ആയിക്കോട്ടെ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഓ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഇയാൾ യുദ്ധത്തിന് പോയിട്ടുണ്ടെന്ന് ചോദിക്കുവോ? അല്ല, ഇവള് ചോദിക്കായിരുന്നേ, സാറ് യുദ്ധത്തിന് പോയിട്ടുണ്ടോന്ന്. പോയിട്ടുണ്ടോന്നോ? സോറി, ഒരു ചെറിയ സംശയം ചോദിച്ചോളൂ. സാർ ഈ മിലിറ്ററി വരുന്നതിന് മുമ്പ് നാട്ടിൽ വല്ല ജോലി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോന്ന്? ഞാൻ നാട്ടിലൊരു പൊതുകാര്യ പ്രവർത്തകനായിരുന്നു. എന്നെ അന്വേഷിച്ച് രാവിലെ ഒരുപാട് ആളുകൾ എന്റെ വീട്ടിലേക്ക് വരാറുണ്ട്. അങ്ങനെ സ്വീകരണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ മുറ്റം നിറയെ ആളുകള്. എന്നെ കണ്ടതും അവര്. അന്ന് ഗോപാലകൃഷ്ണൻ ഞാനും തമ്മിൽ പിരിഞ്ഞതാ. പിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഉണ്ട്, എനിക്കറിയാം. Where is my son ഗോപാലകൃഷ്ണൻ? മേരാ ബേട്ട കഹാം? ഗോപാലകൃഷ്ണൻ വന്നല്ലോ. Oh my son, twinkle twinkle little star, കൂകു കൂകു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി, കൽക്കരി തിന്നും തീവണ്ടി, വെള്ളം മൂന്നും തീവണ്ടി. നിങ്ങളിപ്പോ എന്തിനാ കെട്ടിയെടുത്തേ? പെട്ടിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് മോനെ. പെട്ടിയല്ല, കെട്ടിയെടുത്തെന്തിനാന്ന്? ഇതൊക്കെ അവിടെ കിട്ടി. പതുക്കെ പറ, ഞാനിപ്പോ പട്ടാളത്തിലാ. പട്ടാളത്തിലോ? ആ, പട്ടാളത്തില് കുക്ക്. പക്ഷെ ഇവരുടെ മുമ്പിൽ ഞാൻ ക്യാപ്റ്റനാണെന്നാ പറഞ്ഞിരിക്കണേ. അത് നീ ആയിട്ട് തിരുത്തണ്ട. നീ തിരുത്തൽവാദിയൊന്നും അല്ലല്ലോ. കുറച്ചു നാള് ഞാൻ ഇവരുടെ മുമ്പിൽ ക്യാപ്റ്റനായിട്ടൊന്ന് വിലസെട്ടറാ. അത് ശരി. അപ്പൊ ഇവിടെ സ്ഥിരാക്കാനുള്ള പരിപാടിയാ? ആ, നിന്നെ ഒന്ന് വരട്ടിട്ട് പോവാന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. പക്ഷെ നല്ല നല്ല പീസുകളുടെ ഇടയ്ക്ക് നീ മാത്രം അങ്ങനെ വിലസണ്ട. ആ അറ്റത്ത് നിക്കണ നീലസാരി എടുത്ത പീസ് ഏതാ? ചവിട്ടി ഞാൻ. നീ ചിരിച്ച് വർത്താനം പറയട്ടാ, അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നും. നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്തെടുക്കും. നിങ്ങളുടെ പഴയ വൃത്തിയുടെ സ്വഭാവമൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞെട്ടും പൊട്ടും ഒരു ചവിട്ടി കൊട്ടയിലാക്കും. ഞാനിവിടെ വളരെ ഡീസന്റാ. ഒരു ചെറ്റയ്ക്ക് എത്രക്ക് ഡീസന്റ് ആവാൻ പറ്റും എനിക്കറിയാം. വേണ്ട വേണ്ട. അവരെ കണ്ട അച്ഛനും മകനുമാന്ന് തോന്നൂല, സഹോദരന്മാരാണെന്നേ തോന്നൂ. ഈ കൈ നടിച്ചേ അതിങ്ങനെ പിടിച്ചാ മതി. നിങ്ങളോട് എന്റെ അച്ഛനാന്നാ പറഞ്ഞിരിക്കുന്നേ? നിനക്ക് എന്റെ മുഖത്ത് നോക്കി അച്ഛാ അച്ഛാന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഹിന്ദിയിൽ അച്ഛാ അച്ഛാന്ന് വിളിച്ചാ മതി. നിന്റെ മാനം പോണ്ടെങ്കിൽ നീ എന്നെ പെട്ടെന്ന് അച്ഛാന്ന് വിളിക്ക്. അച്ഛാ അച്ഛാ. ആ, മകനെ മകനെ മകനെ. ഇത് പിന്നെ എവിടെ പോയി? ഇതിന്റെ പിന്നിലെങ്ങാണ്ടോ നോക്കട്ടെ. എവിടെ ഒളിപ്പിച്ചു വെച്ചു? ഗോപാലകൃഷ്ണൻ അല്ലാതെ ഈ വീട്ടിൽ വേറെ ആരുമില്ലല്ലോ. ഇല്ല. ആ, അപ്പ പിന്നെ അവൻ കള്ളനായിരിക്കും. ഇനിയിപ്പ എന്താ ചെയ്യാ? ആ, അയ്യോ അയ്യോ അയ്യോ, എന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. നീ വാച്ച് പിടിച്ച നീ തള്ളനെന്ന് ഞാൻ കൊല്ലും. അയ്യോ വേണ്ട, എനിക്ക് വേണ്ടി ക്ഷമിക്കണം. ഇത് ആരാ നിന്റെ? എന്റെ ഭാര്യ. നല്ല തല്ലുകൊണ്ട് ശീലമുള്ളത് കൊണ്ട് ഇത് ഞാൻ പ്രശ്നമാക്കണില്ല. പക്ഷെ നിന്റെ ഈ സെലക്ഷൻ ഉണ്ടല്ലോ, ഇത് ഞാൻ പ്രശ്നമാക്കും. അയ്യേ, ഇത് മുത്തശ്ശിയാ. അതാ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. ഐ ആം ക്യാപ്റ്റൻ KG നായർ. ഗോപാലകൃഷ്ണന്റെ പറയടാ. അച്ഛാന്ന് പറഞ്ഞാൽ അച്ഛൻ തന്നെ. അത് പിന്നെ അമ്മയാവില്ലല്ലോ. യു ആർ വെരി ഗുഡ്. മോള് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇതൊരു തട്ടിപ്പായിരിക്കും നിന്നെ തോൽപ്പിക്കാൻ. ഇയാൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. 503 സ്പീക്കിംഗ്. 503 സ്പീക്കിംഗ്. ഓവർ. 007 സ്പീക്കിംഗ്. ഓവർ. ഞാൻ പോന്നോണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ.
സാറ് പോയ വിവരം കേണൽ സാർ അറിഞ്ഞിട്ടില്ലേ സാർ? ഏ ചോടോ, ഇന്ന് എത്ര പേരുണ്ട് ക്യാമ്പില്? 25 ഉള്ളൂ സാർ. ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കി? ചപ്പാത്തി ചൂടാൻ തുടങ്ങണുള്ളൂ സാർ. എത്ര എണ്ണം ചുട്ടു? 25 എണ്ണം ചുട്ടു. ഛേ, എടാ ഒരു 50 എണ്ണെങ്കിലും ഒറ്റയടിക്ക് ചുട്ടു തള്ളിയാലേ നമ്മൾ പട്ടാളക്കാർക്ക് ഒരു വിലയുള്ളൂ. എന്താ എണ്ണം കുറയാൻ കാരണം? സാറേ ഗ്യാസ് എത്താൻ വൈകി. എടാ നമ്മുടെ ക്യാമ്പിൽ പെട്രോൾ ഇരിപ്പില്ലേ, ഒഴിച്ച് കത്തിച്ചൂടെ? എന്താടാ ഒരു ശബ്ദം? ഈ ശബ്ദല്ലേ? അതൊരു കോഴിയാണ് സാർ. ഇതുവരെ കൊന്നില്ലേ? എന്നെ കൊല്ലാനാ? അയ്യോ, കൊല്ലാൻ കത്തി കിട്ടിയില്ല. എടാ ഒരു പട്ടാളക്കാരൻ എപ്പോഴും ആയുധം കൂടെ കൊണ്ട് നടക്കണം. എപ്പോഴാ ഉപയോഗം വരാന്ന് പറയാൻ പറ്റുമോ? ഈശ്വരാ രക്ഷിക്കണേ. സാറേ കത്തി കിട്ടിട്ടോ? എങ്കി ഉടനെ കാച്ചടാ. അമ്മേ! എങ്കി ഞാൻ പിന്നെ വിളിക്കാം. ഇതേതാ ഈ സാധനം? അയ്യോ, ഈ തള്ള എന്റെ വീട്ടിലാണല്ലോ. ആ പോരട്ടെ പോരട്ടെ. അമ്മായിക്ക് ആത്മഹത്യ ചെയ്യാനാണ് പ്ലാനെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരെ? ഞാൻ പുഷ്പം പോലെ പൊക്കിയെടുത്ത് താഴ്ത്തിക്കിടില്ലേ? ഞാൻ താഴ്ത്തിക്കിടട്ടെ? വേണ്ട. അതെന്താ വേണ്ടാത്തേ? വേണ്ട അതന്നെ. കാര്യങ്ങൾ തുറന്നു പറയാൻ ഇത് തന്നെ പറ്റിയ അവസരം. ഓ ബലിത ബിന്ദുക്കൾ. കാമുകൻ കാമുകിയാണ്. കരളെ, നീ എന്റെ ഉള്ളിൽ അഗ്നിയായി പടർന്നു കഴിഞ്ഞു. കാമുകി, സാരമില്ല, എന്റെ അച്ഛന് ഫയർഫോഴ്സിലാണ് ജോലി. നല്ല തമാശ. ഞാനെന്ന് ലിഫ്റ്റിൽ വെച്ച് എന്റെ കഥ മുഴുവൻ പറയാന്ന് പറഞ്ഞപ്പോ രാധികയല്ലേ വേണ്ടെന്ന് പറഞ്ഞു. ഇനിയെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കണം. പറയുമ്പോ എല്ലാം തുറന്നു പറഞ്ഞല്ലോ. ആ മനുഷ്യൻ എന്റെ അച്ഛനല്ല. അച്ഛന്ന് വെച്ചാ വകയിലുള്ള ഒരു അച്ഛനാ. ഞാനും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധം അത് രാധികയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ ജീവിതത്തിൽ ഒത്തിരി കടപ്പാടുണ്ട് ആ മനുഷ്യനോട്. പലപ്പോഴും ഇതെല്ലാം രാധികയോട് തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഓരോരോ സംഭവങ്ങള് നമ്മളെ പരസ്പരം അകറ്റിക്കൊണ്ടിരുന്നു. രാധിക നല്ല കുട്ടിയാണ്. നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞ പോരെ? അതിനിടയിലേക്ക് എന്തിനാണ് ആ കിളവിയെ കൊണ്ട് നിങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്റെ അച്ഛന്റെ പ്രായമുള്ള അങ്ങേരെ തല്ലിയപ്പുണ്ടല്ലോ, എന്റെ കാലം അന്ന് തരിച്ചൊന്ന ഒറ്റ ചവിട്ട് വിട്ടാൻ. വൃത്തികെട്ട തള്ള. അതിന്റെ മോന്ത കണ്ടാ മതി, പട്ടി കഞ്ഞോളം പോലും കുടിക്കില്ല. ജാംബോന്റെ കാലത്തുള്ള മോറിസ് മൈനറിന്റെ മോച്ചായുള്ള ആ തള്ളയൊക്കെ കൊണ്ട് വല്ല എല്ലു പിടിക്കും കൊടുക്കണം. അല്ലെങ്കിൽ വല്ല ചാക്കിലും കെട്ടി അവരെ വല്ലവരുടെ കെട്ടിടം പണിയിനടുത്ത് കൊണ്ടുപോയിട്ട് ഈ കഴുത്തുകിന് ഞെരിച്ച് പിരിച്ച് വായിൽ ഓലപ്പടക്കം വെച്ചിട്ട് ചാക്കിനെ കെട്ടി മുറുക്കി ഈ പൈലക്കടിക്കലോ അതിന്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് ഞെക്കി അവരുടെ ചോര പിഴിഞ്ഞെടുത്ത്. എടാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടറാ. നിന്നെ എന്തെങ്കിലും എന്റെ കൈ കിട്ടും. ഇതൊക്കെ കോളേജ് കേസാ. പോയി എനിക്ക് ബസ് കാണാം. തിരക്കില്ലല്ലോ. ബോർഡ്. ആഹാ, ആ ചെക്കൻ വളച്ചോണ്ട് പോവാ കള്ളൻ. വൃത്തികെട്ടവൻ. ആഹാ, ഫേസ് കാണാൻ പറ്റണില്ല പിശാചുക്കളുടെ. അപ്പളേക്ക് അവിടെ വീടും വന്നു പണ്ടാറടങ്ങാൻ. അതുണ്ട്. ഓ, ഒക്കെ അങ്ങോട്ട് തന്നെ പോണേ. ഇതേതാ ഈ പിശാച്ച്? ഞാനാ. ഇതീ കൂടെ നോക്കുമ്പോ നിന്റെ മുഖം ഭയങ്കര മോശട്ടോ. നീ നോക്കി നോക്കട്ടെ. ശരിയാ, ഭയങ്കര ബോറ. അതെ മതി. അതെ, ഫ്ലാറ്റില് മാത്രല്ല ചുറ്റുവട്ടത്തും നല്ല കളറുകളാ. ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ തോന്നുക? ഞാൻ ഒരു കാര്യം ആലോചിക്കുക, ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോ? ഒരു എക്സ്റ്റൻഷനും വേണ്ട. ദേ ഉള്ള നേരത്തെ സ്ഥലം കാലിയൊക്കെ നോക്കി. ദേ അവള് മിക്കവാറും വീഴും കേട്ടോ. ശരിയാ, ഒരു കിളവിയാ, പെട്ടെന്ന് വീഴാൻ സാധ്യത. അതല്ല, അതിന്റെ അപ്പുറത്തുള്ള പീസ്, ചുമന്ന ജാക്കറ്റ്. എന്റെ ദൈവമേ, കോളേജ് വിട്ടു. നമുക്ക് രണ്ടാൾ കൂടിയിട്ട് ആ കോളേജ് പിള്ളേരുടെ ഇടയക്കോടൊന്ന് കറങ്ങിട്ട് വരാടാ. ഇതൊക്കെ ഒരു രസല്ലേ? ഞാനിതിലൊന്നിനെ പൊക്കട്ടെ. പൊക്കാൻ ഇയാൾ ആര്? ക്രെയിനോ? എന്റെ വായുന്നോലും കേട്ടണ്ടല്ലോ. എന്റെ കർത്താവേ, ഇങ്ങനൊരു അപ്പനും മോനോ? ഇയാളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണമല്ലോ. എന്താ ഇത്? സോഡ. അത് മനസ്സിലായി. എന്തായി കാണിക്കണേ? ഇതൊന്ന് ഡൈലൂട്ട് ചെയ്യാനാ. ഡൈലൂട്ട്? അങ്ങനെ ഡൈലൂട്ട് ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ വല്ല ബ്രാൻഡിയോ വിസ്കിയോ പട്ടയോ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തൂടെ? ചീയേഴ്സ്. ഒരു പട്ടാളക്കാരനെ താൻ ഒരിക്കലും സോഡ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യരുത്. സംജാ? ഒഴിക്ക്.
ഒഴിക്കേ. കേട്ടോ മിസ്റ്റർ നായർ, ഞാൻ നായരല്ല അച്ചായനാ. പട്ടാളത്തിൽ ഞാൻ എന്റെ ജൂനിയേഴ്സിനെ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി. ഒഴുക്കി. ഉം. ഉം. ഞാൻ പണ്ട് ലഡാക്കിലായിരുന്നപ്പോ ഇതുപോലെ ഡ്രസ് ഇട്ടിട്ട് ഒരു അച്ചായൻ. കഴിക്ക് കഴിക്ക്. ഓ താങ്ക് യു. ഉം. ഒഴുക്കി ഒഴുക്കി. ഉം.